ഞാൻ നിൻ്റെ കടയുടെ അകത്താണോ ഈ വണ്ടി ഇട്ടേക്കുന്നത്. ഇവൻ അങ്ങനെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10, 25, 26 വയസ്സേ കാണുള്ളായിരിക്കും അവന്. ഞാൻ ഇവിടെ ഇടുവുള്ളൂ, നിനക്ക് എന്നാന്ന് ചെയ്യാൻ പറ്റും, നീ ചെയ്തോളാം. ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഉടനെ ഇവൻ വണ്ടി എടുത്ത ഉടനെ ഞാൻ മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് വണ്ടിയുടെ ബോണ്ടിലോട്ട് കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോയി. കടയുടെ മുൻഭാഗത്തായി വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തു. ഇതിനു പിന്നാലെ കടയുടമയായ സ്ത്രീയെ വാഹനം ഉപയോഗിച്ച ഇടിച്ചു വീഴ്ത്താൻ ശ്രമം. കോട്ടയം തിരുവാറ്റ അമോഘ ഫാഷൻസിന് മുൻപിൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കടയുടമയായ സജിതയ്ക്ക് കൈക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ്, ഒരു 5:30-6 മണിക്ക് ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി, അതായത് പിക്കപ്പ് വാൻ പോലത്തെ നമ്മൾ സപ്ലൈ ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ പോസ്റ്റിന് നേരെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി വട്ടമാണ് വണ്ടി ഇട്ടിരുന്നത്. നേരെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം വണ്ടി ഇങ്ങനെ ക്രോസ് ഇടുവാണെങ്കിൽ നമുക്ക് വേറെ വണ്ടിക്ക് വരുന്നതിന്. ഇത് വട്ടം കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. അപ്പോൾ വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ലോഡ് വന്നായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങോട്ട് വന്ന വണ്ടിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തൊരു ചായക്കടയുണ്ട്. അപ്പോൾ ആ ചായക്കടയിൽ തിരക്കാകുമ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറി വരാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എന്നാൽ വണ്ടി ഒന്നും അങ്ങോട്ട് മാറ്റിയിടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ആൾ ആ വണ്ടി ഇട്ടിട്ട് അങ്ങ് പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് വണ്ടി നമ്മൾ പറഞ്ഞപ്പോൾ മാറ്റിയിടാനായിട്ട് ആൾക്കൊരു എന്തോ ഒരു മടി പോലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു ബൈക്കിൽ നിന്ന് ഒരാളോടായിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം വണ്ടി അവൻ കുറച്ച് ഭാഗത്തേക്ക് പുറകോട്ടിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ CCTVയിൽ കാണുമ്പോൾ കോർണറിലാണ് CCTV ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ലോങ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന വീഡിയോ അങ്ങനെയാണ്. അത് ആക്ച്വലി നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. ഈ CCTVയിൽ നിന്ന് എടുക്കുമ്പോൾ ആ വിഷ്വൽ വരുന്നത് കോർണറിൽ വരുമ്പോൾ അത്ര ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നതാണ്. വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇട്ടിരുന്നത്. അതായത് ഇപ്പോൾ അങ്ങന്ന് വരുന്ന, അപ്പോൾ അത് ആ വശം മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് വരുന്ന ഒരു വണ്ടി തിരിഞ്ഞ് കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ പോസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് വണ്ടി വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ ഇടല്ലേ, നേരെ ഓപ്പോസിറ്റ് നമുക്ക് അത്രയും പാർക്കിംഗ് കിട്ടുന്നുണ്ട്. അതിന് ആ ചായക്കടയുടെ ഓപ്പോസിറ്റും ഈ ബിൽഡിംഗ് ഓണറുടെ തന്നെ നല്ലൊരു ഗ്രൗണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് നിങ്ങൾ വണ്ടി ഇടുക. അപ്പോൾ ആർക്കും ഈ ബിൽഡിങ്ങിൻ്റെ ഓണറിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ആർക്ക് വേണമെങ്കിലും അവിടെ പാർക്ക് ചെയ്യാം, ആര് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അവരാരും ഒന്നും പറയരുത്, ഇവിടെ പാർക്ക് ചെയ്തെന്നൊന്നും പറയുന്നില്ല. ആ ചായക്കടയിൽ വരുന്ന ആൾക്കാരൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്ക് അവിടെ വേണേൽ പാർക്ക് ചെയ്യാം, പക്ഷേ ആൾക്ക് നല്ല തിരക്കുള്ള റോഡല്ല, അങ്ങോട്ട് ക്രോസ് ചെയ്ത് വണ്ടി അങ്ങോട്ട് ഓടിച്ചു പോകാൻ ആളുടെ സൗകര്യത്തിന് കൊണ്ടുവന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ആളങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ കടയുടെ അകത്താണോ ഈ വണ്ടി ഇട്ടേക്കുന്നത്. ഇവൻ അങ്ങനെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10, 25, 26 വയസ്സേ കാണുള്ളായിരിക്കും അവന്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നത് നിൻ്റെ കടയുടെ അകത്താണോ ഞാൻ വണ്ടി ഇട്ടേക്കുന്നത്, ഞാനിവിടെ റോഡിലല്ലേ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണോ റോഡ്, ഇത് കടയുടെ ഫ്രണ്ടിലല്ലേ, ഒരു കടയുടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ അകത്തോട്ട് കയറുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇടുവുള്ളൂ, നിനക്ക് എന്നാന്ന് ചെയ്യാൻ പറ്റും, നീ ചെയ്തോളാം. നമ്മൾ വിളിച്ചിട്ട് അവൻ അങ്ങ് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ലല്ലോ, നിങ്ങളൊരു മര്യാദയാണോ ഈ കാണിക്കുന്നത്, ഈ വണ്ടിയും കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ, നമ്മളിങ്ങനെ മര്യാദകേട് കാണിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളൊരു കച്ചവടത്തിന് ഇവിടെ ഇരിക്കുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഉടനെ നമ്മളെ അസഭ്യം പറയുക, ഞങ്ങൾ മാറ്റത്തില്ല, നീ എന്നാ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ഇവൻ ഉടനെ എൻ്റെ മോളും ഇറങ്ങി വന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണോ വണ്ടി പാർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആ വാക്ക് തിറക്കായി കഴിഞ്ഞപ്പോൾ ഇവൻ മോളെ നേരെ കൈ വാങ്ങി തല്ലാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല, അന്ന് നീ പോലീസിനെ വിളിച്ചിട്ട് നീ പോലീസ് വരട്ടെ എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കടയ്ക്കകത്തോട്ട് ഞാൻ ഫോൺ എടുക്കാനായിട്ട് ഇവർ സ്റ്റാഫിനോട് പറഞ്ഞു നിങ്ങൾ ഫോണും എടുത്തുകൊണ്ട് വരാം. ഇവൻ എൻ്റെ പുറകെ തന്നെ കടയ്ക്കകത്തോട്ട് വന്ന് കയറി. കടയ്ക്കകത്തോട്ട് വന്നിട്ട് ഈ ഗ്ലാസ് ആയിട്ട് താക്കോൽ വെച്ചിട്ട് ഒറ്റ ഇടിയവൻ ഇടിച്ചേച്ച് ഇവനെ വന്നിട്ട് ഞാനടുത്ത് എന്തെങ്കിലും തകർക്കാൻ വേണ്ടി വരുമായിരിക്കും എന്ന് ഓർത്തെ അവൻ ഉടനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മോടെ നേരെ തല്ലാനായിട്ട് ചെന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു അത് വേണ്ട അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇനി നീ ഇത്രയും ചെയ്തതല്ലേ, ഇനി നീ പോലീസ് വന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഒരു അനാവശ്യം അവരോട് പറഞ്ഞില്ല. പക്ഷേ ആദ്യം നമ്മൾ നല്ല രീതിയിൽ മോനേന്ന് വിളിച്ച് തന്നെ ഞാൻ സംസാരിച്ചു, മോനെ ഇവിടെ വണ്ടി ഇടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ നമ്മുടെ അടുത്ത് നല്ല അസഭ്യം പറയും, മോളെ തല്ലാൻ ചെല്ലുകയും ചെയ്തു. 2 പ്രാവശ്യം അവൻ കൈവങ്ങിട്ടുകൊണ്ട് തല്ലാൻ ചെന്നു. അപ്പോൾ പറഞ്ഞ എന്നാൽ പോലീസ് വന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. അപ്പോൾ മോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ചെന്നു, ഞാൻ ഫ്രണ്ടിലോട്ട് ചെല്ലും, ഇവൻ വണ്ടി എടുത്തു. നമ്മൾ അറിയുന്നില്ല, ഇവൻ വണ്ടിയിനകത്ത് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു നീ വണ്ടി എടുക്കാൻ വരട്ടെ, പോലീസ് വരട്ടെ, നീ ഇത്ര അധികം കാണിച്ചതല്ലേ ഇവിടെ വന്നിട്ട്, വണ്ടി എടുക്കാൻ വരട്ടെ, പോലീസ് വന്നിട്ട് വണ്ടി എടുത്താൽ മതി എന്നുള്ള രീതി നമ്മൾ ചെല്ലുക. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, ഒരാൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി കഴിയുമ്പോൾ
മനുഷ്യരാരും വണ്ടി എടുക്കത്തില്ല, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ അധിക സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. പോലീസ് വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇത്രയും കടയ്ക്കകത്ത് കയറി ഇവനെ അതിക്രമം കാണിച്ചതാണല്ലോ. അപ്പോൾ ഇവൻ സ്ത്രീകൾ മാത്രം ഉള്ളെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവൻ കണ്ടിട്ടല്ലേ അവൻ അത്രയ്ക്ക് സാമർത്ഥ്യം കാണിച്ചത്. ഇവൻ ഉടനെ തന്നെ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഉടനെ ഇവൻ വണ്ടി എടുത്ത ഉടനെ ഞാൻ മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് വണ്ടിയുടെ ബോണ്ടിലോട്ട് കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോയി. ഇവിടെ അപ്പുറത്ത് ഒരു 50 മീറ്റർ ദൂരം വരെ വണ്ടി, മോൾ ആ സൈഡിലും തൂങ്ങി കിടക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ ബോണറ്റിൽ പിടിച്ച് കിടക്കുക. നിരക്കിക്കൊണ്ട് ഇങ്ങനെ ഓടിച്ചങ്ങ് പോയിട്ട് നാട്ടുകാരെല്ലാം ഓടി വന്ന്, ഒച്ചകെട്ടുന്ന ആൾക്കാരെല്ലാം ഓടി വന്ന് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിച്ച് താക്കോൽ ഊരി എടുത്തിട്ട് അപ്പോഴാണ് ഇവൻ വണ്ടി നിർത്തുന്നത്. വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഓടി വന്ന് വണ്ടി പിടിച്ച് നിർത്തി ഇവനെ പുറത്തിറക്കി. ഇവനെ നമ്മൾ ആൾക്കാരെല്ലാം ഓടി കൂടിയില്ലെങ്കിൽ ഇവനങ്ങ് പോകും. അത് നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു പോയി. നമ്മൾ ആ തൂങ്ങിക്കിടന്നുകൊണ്ട്, അപ്പോൾ തൂങ്ങിക്കിടന്നപ്പോഴാണ് ഇവിടെ ഒരു ഫ്രാക്ചർ കൈക്ക് വന്നത്. നമ്മൾ ഇവനോട് നല്ല രീതിയിലാണ് പറഞ്ഞത്, മോനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വട്ട ഇടാതെ നേരെ ഇട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത 3-4 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് നേരെ ഇടുവാണ്. ഇത് ഒരു വണ്ടി കൊണ്ട് വട്ട ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ വണ്ടിക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ, തെറ്റായിട്ടുള്ളൂ അവനോട്. അല്ലാതെ നമ്മളൊരു അനാവശ്യം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഇവൻ നമ്മൾ അനാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ അവൻ്റെ നേരെ ചൂടായിക്കൊണ്ട് സംസാരിച്ചു. അത് സത്യമാണ്. അപ്പം അതാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളതങ്ങനെ പ്രതികരിച്ചത്. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വേണം ഇട്ടോളാനും പറഞ്ഞതാണ്. അല്ല, പാർക്കിംഗ് ഏരിയ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഓണറുടെ ആണ്. അവിടെ കിടക്കണ പാർക്കിംഗ് ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലം, അവിടെ വണ്ടി ഇടാൻ സ്ഥലമുണ്ട്. ഇതൊന്നും പോണ്ടത് നേരെ കാണുന്ന സ്ഥലം, നേരെ ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വണ്ടി 3-4 വണ്ടി പാർക്ക് ചെയ്യണ ഒരു വണ്ടി അവിടെ ബിൽഡിംഗ് ഇല്ല. ആ ബിൽഡിങ്ങിന്റെ ഇപ്പോൾ സൈഡിലായിട്ടുള്ള കുറച്ച് സ്പേസ് കിടപ്പുണ്ട്, അവിടെയും വേണേൽ വണ്ടി ഇടാം. അപ്പം അവന് റോഡ് ക്രോസ് ചെയ്ത് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ കടയുടെ വാതിക്കെ വട്ടം ഇട്ടത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം. വട്ടം ഇട്ടേച്ച് അവൻ ചായ കുടിക്കാൻ പോയി. എന്താണെങ്കിലും കൈക്ക് പൊട്ടലുണ്ട്. ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. നമ്മൾ കേസുമായിട്ട് പോകാൻ തന്നെ തീരുമാനം. കാരണം ഇന്നിപ്പോൾ നമ്മൾക്കാണെങ്കിൽ നാളെ നമ്മൾ ഇവന് അന്നേരത്തെ അവൻ്റെ സാമർത്ഥ്യം ഒന്ന് കാണേണ്ടതാണ്. കാരണം വെച്ചാൽ ഇവന് ഈ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഈ ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നേരെ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവം ഇല്ല. ആ രീതിയാണ് അവനെ കാണിച്ചത്. ഇവിടെ മൊത്തം ആ ഷോ കാണിച്ചത് മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. കാരണം 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേസായിട്ട് തന്നെ പോകാനായിട്ട് തീരുമാനം. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ തിരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കടയുടെ മുൻഭാഗത്ത് വാഹനം പാർക്ക് ചെയ്തത് കടയുടമയായ സ്ത്രീ ചോദ്യം ചെയ്യുകയായിരുന്നു. തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്, അവിടേക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്തോളൂ, കടയുടെ മുൻഭാഗത്ത് നിന്ന് വാഹനം മാറ്റണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഇതിൽ പ്രകോപിതനായ വാഹനത്തിൻ്റെ ഡ്രൈവർ ഈ സ്ത്രീയെ അടക്കം അസഭ്യം പറയുകയും തട്ടിക്കയറുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് പിന്നാലെ ഇവരെ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നിർത്തി നിരക്കിക്കൊണ്ട് വാഹനം ഓടിച്ച് മുൻപോട്ട് പോവുകയാണ്. ഈ സ്ത്രീയുടെ കൈക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേസുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് കടയുടമ സജിത പറയുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.